നമസ്കാരം. അമേരിക്കയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 10 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ച തുടരുന്നു. ബോംബ് സൈക്ലോൺ എന്ന് വിളിക്കപ്പെടുന്ന അതിതീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസത്തെ തുടർന്ന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും കാറ്റിനും പിന്നാലെ വിവിധ മേഖലകളിൽ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം ഗതാഗത സംവിധാനങ്ങൾ നിലച്ചു. വിദ്യാലയങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ ചിലയിടങ്ങളിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ വായുമർദ്ദം 24 മില്ലി ബാറിലധികം കുത്തനെ ഇടിയുന്ന ബോംബോഗെനിസിസ് എന്ന പ്രതിഭാസമാണ് ഈ കൊടുങ്കാറ്റിന് പിന്നിൽ. ഇത് ചുഴലിക്കാറ്റിന് സമാനമായ അതിശക്തമായ കാറ്റിനും മിന്നൽ വേഗത്തിലുള്ള മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകുന്നു. ന്യൂയോർക്കിലെ മോണ്ടോക്ക് പോയിന്റിൽ മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത്. ശക്തമായ മഞ്ഞും കാറ്റും കാരണം കാഴ്ചപരിധി 1/4 മൈലിലും താഴെയായി കുറഞ്ഞു. ഇത് ഗതാഗത സംവിധാനങ്ങളെ പൂർണ്ണമായും തകർത്തു. 10 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയാണിതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. ഞായറാഴ്ച, അതായത് ഫെബ്രുവരി 22-ന് വൈകുന്നേരം ആരംഭിച്ച മഞ്ഞുവീഴ്ച തിങ്കളാഴ്ചയോടെ അതിരൂക്ഷമായി മാറി. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ഏകദേശം 4.5 ലക്ഷത്തോളം ഉപഭോക്താക്കൾ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായി. അമേരിക്കയിലുടനീളം 5000-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ന്യൂയോർക്ക്, ബോസ്റ്റൺ, ന്യൂജേഴ്സി വിമാനത്താവളങ്ങളാണ് ഇതിന്റെ ഇരകളായി മാറിയത്. പൊതുഗതാഗത സംവിധാനങ്ങളും പലയിടത്തും നിർത്തിവെച്ചു. പലയിടത്തും 2 അടിയിലധികം, അതായത് 60 സെന്റിമീറ്റർ മഞ്ഞ് അടിഞ്ഞുകൂടി. റോഡ് ഐലൻഡിലെ വാർവിക്കിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ച. 3 അടിയിലധികം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്തരീക്ഷത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ ബഹിരാകാശത്തു നിന്നുള്ള ഉപഗ്രഹങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കുകിഴക്കൻ തീരപ്രദേശങ്ങളെ പൂർണ്ണമായും മൂടിക്കൊണ്ട് അതിവേഗം ചലിക്കുന്ന മഞ്ഞുപാളികളുടെ ദൃശ്യങ്ങൾ കാലാവസ്ഥാ നിരീക്ഷകർ പുറത്തുവിട്ടു. ഈ ആഴ്ച അവസാനത്തോടെ മറ്റൊരു മഞ്ഞുവീഴ്ച കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കടൽ തീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്നും അധികൃതർ കർശന നിർദ്ദേശം നൽകി. എന്തായാലും ശക്തമായ മഞ്ഞുവീഴ്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് സൈക്ലോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിതീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസമാണ് ഇതിന് കാരണം. ദശലക്ഷക്കണക്കിന് ആളുകളാണ് വീടുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗതാഗത സംവിധാനങ്ങൾ നിലച്ച അവസ്ഥയാണ്. വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ ഇപ്പോൾ അവധി നൽകിയിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ചിലയിടത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.